നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൻ്റെ വിവരണങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ മുൻപേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞവയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ചാനലിലെ പഴയ വീഡിയോകൾ എടുത്ത് കാണണം. നിർബന്ധമായിട്ടും നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% മാർക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 5 മാർക്കിനാണ് ഈ ചോദ്യം വരുന്നത്. ഇത് ചാപ്റ്റർ 3 നിന്ന് ഉള്ളതാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ അഥവാ ദത്തങ്ങളുടെ വർഗീകരണം എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ക്ലാസ് ഇൻ്റർവെൽ 10 അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ 7 അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽ 8 അല്ലെങ്കിൽ 5 അങ്ങനെ നമ്മളോട് ഒരു ക്ലാസ് ഇൻ്റർവെൽ എടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി ഒരു ചോദ്യം ആ ചോദ്യത്തിൽ പറയും. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ ഇത്ര എടുക്കണം, ആ അളവ് അനുസരിച്ച് വേണം ക്ലാസ് എടുക്കാൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഇൻ്റർവെൽ പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ 10 തന്നെ എടുത്തോളുക. ക്ലാസ് ഇൻ്റർവെൽ ഇത്ര വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ, അതായത് 10 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്തോളണം. ഇനി 7 മതിയെങ്കിൽ നമ്മൾ 7 എടുത്താൽ മതി. അതുപോലെ തന്നെ 8 ആണ് പറയുന്നതെങ്കിൽ 8 എടുക്കുക, 5 ആണ് പറയുന്നതെങ്കിൽ 5 എടുക്കുക. എന്ന് വെച്ചാൽ ക്ലാസ് ഇൻ്റർവെൽ എത്ര വേണം എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആവൃത്തി വിതരണ പട്ടിക അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തയ്യാറാക്കാൻ താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ ഉപയോഗിച്ച് ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്ത് ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുക എന്നോ, ക്ലാസ് ഇൻ്റർവെൽ 8 എടുത്ത് ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുക എന്നോ, അല്ലെങ്കിൽ 7 എടുത്ത് ആവൃത്തി വിതരണ പട്ടിക തയ്യാറാക്കുക എന്നോ ആണ് ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ചോദ്യം കൃത്യമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു തംബ്നെയിൽ ഇവിടെ കാണിക്കാം. ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം. ഓക്കെ, നിങ്ങളത് സൗകര്യപൂർവ്വം എടുത്ത് കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 കോളമാണ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. ഒന്നാമത്തെ കോളം ക്ലാസ് എന്നും, രണ്ടാമത്തെ കോളം ഓരോ ക്ലാസ്സിലും ഉൾപ്പെടുന്ന സംഖ്യകളെ എത്ര എണ്ണം എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി രണ്ടാമത്തെ കോളത്തിൽ ടാലി മാർക്ക് എന്ന് അടയാളപ്പെടുത്തും. മൂന്നാമത്തെ കോളത്തിൽ ആ ടാലി മാർക്കുകളെ പ്രത്യേകം കൗണ്ട് ചെയ്തിട്ട് എണ്ണി നോക്കിയിട്ട് അതിൻ്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി രേഖപ്പെടുത്തി വെക്കുകയും ആണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. വെരി ഇമ്പോർട്ടൻ്റ്, 5 മാർക്കാണ്, കൈവിട്ടു കളയരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം ചോദ്യം ഇതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ളതാണ്. ഇൻക്ലൂസീവ് ക്ലാസ്സസിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ടു കൺവേർട്ട് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ടു എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നാണ് പറയുക. ഓക്കെ, ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിൻ്റെ ഒരു ടേബിൾ തന്നിട്ട് ആ ടേബിളിലുള്ള സംഖ്യകളെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റാൻ വേണ്ടി പറയും. ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ അതിൻ്റെയും ലിങ്ക് ഇവിടെ കൊടുക്കാം. മാത്രമല്ല, നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ, അതായത് +1 ഇക്കണോമിക്സ് ചാപ്റ്റർ 3 എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ +1 സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേലിസ്റ്റിൽ പോയിട്ട് +1 സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്റർ 3 എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കി മാറ്റുക? ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഉയർന്ന പരിധി അടുത്ത ക്ലാസ്സിൻ്റെ തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരാത്ത ക്ലാസ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് ക്ലാസ്. അതായത് ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരില്ല.
അങ്ങനെ വരാത്ത ക്ലാസ്സുകളെ, അതെല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇൻക്ലൂസീവിൽ, അങ്ങനെയുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സംഖ്യകൾ എഴുതിയിട്ടുള്ള, അതായത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിൽ ഒരു സംഖ്യ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളും അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തിയും കൊടുത്തിട്ടുള്ള ആ ക്ലാസ്സുകൾക്കും അതിൻ്റെ ഫ്രീക്വൻസിക്കും പറയുന്നതാണ് ഇൻക്ലൂസീവ് ക്ലാസ് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ നമ്മൾ എക്സ്ക്ലൂസീവ് ക്ലാസ് ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നതാണ് ഏത്? എക്സ്ക്ലൂസീവ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ അപ്പർ ലിമിറ്റ് നമ്പർ എത്രയാണോ അതേ നമ്പർ തന്നെയാണ് തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ താഴ്ന്ന പരിധിയായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ എന്തുണ്ടാവില്ല? ഒരു നമ്പർ വിടവുണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10-20, 20-30, 30-40 അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അത് എന്ത് ക്ലാസ് ആണ്? അത് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ്. ഓക്കെ, അതായത് രണ്ട് ഭാഗവും, അതായത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത താഴെ വരുന്ന ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെ വന്നു പോകുന്നതാണ് ഏത്? എക്സ്ക്ലൂസീവ് ക്ലാസ്. നേരെ മറിച്ച് ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ട് താഴെയുള്ള ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10-19. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ 19 അല്ല സ്റ്റാർട്ട് ചെയ്യുക, അവിടെ 20 തുടങ്ങും. 20-29. അപ്പോൾ എങ്ങനെ വന്നു? 10-19, 20-29, 30-39 അങ്ങനെ പോകുമ്പോൾ അവിടെ ആ 19ഉം 20ഉം അല്ലെങ്കിൽ 29ഉം 30ഉം തമ്മിൽ എന്തുണ്ട്? ഒരു നമ്പർ ഡിഫറൻറ്റ് കാണാം. അതാണ് ഇൻക്ലൂസീവ് ക്ലാസ്. അപ്പോൾ ഈ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അത് വീഡിയോ നിങ്ങൾക്ക് കാണാം, എന്നാലും ഞാനിവിടെ പറയുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഇൻക്ലൂസീവ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറച്ചിട്ട് ആ കുറച്ച 0.5 അതേ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നമ്പറിനോട് കൂട്ടിയാൽ മതി. അതായത് 10-19 എന്ന് പറയുന്ന ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ 10 എന്ന് പറയുന്ന ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറച്ചാൽ അവിടെ നമുക്ക് കിട്ടുന്നത് 9.5 ആണ്. ആ 9.5 അവിടെ എഴുതുക. എന്നിട്ട് ആ കുറച്ച 0.5 19 എന്ന് പറയുന്ന നമ്പറിനോട് കൂട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 19.5 എന്ന് കിട്ടും. അപ്പോൾ 10 എന്തായി? 9.5 ആയി. 19 എന്തായി? 19.5 ആയി. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് 0.5 കുറച്ചിട്ട് ആ കുറച്ച് 0.5 19ന് കൊടുക്കുകയാണ് ചെയ്തത്. ആ രീതിയിൽ ഓരോ ക്ലാസ്സും ചെയ്തു വെച്ചാൽ നമുക്കതിങ്ങനെ ഒരു സെറ്റ് വരച്ച പോലെ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്തായി മാറും? ഇൻക്ലൂസീവ് ക്ലാസ് എക്സ്ക്ലൂസീവ് ക്ലാസ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഏത്? കൺവേർഷൻ ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ്സസ് ഇൻ ടു എക്സ്ക്ലൂസീവ് ക്ലാസ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക്, 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരുന്നില്ല, അവിടെ വരയ്ക്കാനുള്ള കാര്യങ്ങളാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ 5ാമത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അത് ആവറേജസ് കാണാനാണ്. ആവറേജസിൽ, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കാണാനാണ്. അവിടെ ആവറേജസിൻ്റെ അളവുകൾ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്ന് അരിത്മെറ്റിക് മീൻ ആണ്, രണ്ടാമത്തത് മീഡിയൻ ആണ്, മൂന്നാമത്തത് മോഡാണ്. ഈ മീൻ, മീഡിയൻ, മോഡ് കണ്ടിന്യൂ സീരീസിൽ, അതായത് സന്തത ശ്രേണിയിൽ നമ്മൾ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കും. മീൻ മീഡിയൻ ചോദിക്കും, അല്ലെങ്കിൽ മീൻ മോഡ് ചോദിക്കും. 3 കൂടെ ഒരുമിച്ച് ചോദിക്കാൻ സാധ്യത കുറവാണ്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മീൻ മീഡിയൻ ചോദിച്ചു. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് Q1 എന്ന് പറയുന്ന അതിൻ്റെ വാല്യൂ കൂടെ, അതായത് ക്വാർട്ടൈൽ, ലോവർ ക്വാർട്ടൈലായുള്ള Q1ൻ്റെ വാല്യൂ കൂടെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മസ്റ്റാണ്. അത് എസ്സേ ആണ്, 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെയും വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. മീൻ മീഡിയൻ മോഡ് എളുപ്പത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ട് തമ്പനയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ മാത്രമല്ല ഇതൊക്കെ നമ്മൾ
എന്തിലും കൂടെ കാണണം, ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലും കൂടെ കാണാൻ വേണ്ടി പഠിക്കുക, എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മൂന്ന് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. മീൻ മീഡിയൻ മോഡാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിന് വീഡിയോ കണ്ട് തന്നെ പഠിക്കുക, കണ്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, 6ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിലീറ്റഡ് ആണ്. 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അവിടെ നമുക്ക് വരയ്ക്കാനുള്ളതാണ് സ്കാറ്റർ ഡയഗ്രാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്, മുൻപേ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇനി നമുക്ക് 9ാമത്തെ ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ഇൻഡെക്സ് നമ്പേഴ്സിൽ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത് 2 പ്രധാനപ്പെട്ട ഇൻഡെക്സ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതായത് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട്, സിമ്പിൾ അഗ്രഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഉണ്ടാകും. അത് നിർബന്ധമായിട്ടും പഠിക്കണം. P01 = സിഗ്മ P1 സിഗ്മ P0 × 100 എന്ന സമവാക്യമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു 3 കോളാണ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യമായിട്ട് തരിക. 3 കോളത്തിൽ ആദ്യത്തെ കോളം കമ്മോഡിറ്റീസും, 2ാമത്തെ കോളം ഒരു ബേസ് ഇയർ പ്രൈസും, 3ാമത്തെ കോളം ഒരു കറൻറ്റ് ഇയർ പ്രൈസും തരും. അതായത് 2 വർഷത്തെ വിലകൾ തരും. അപ്പോൾ അതിലേതാണ് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൈസ് എന്നും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഇയർ ഏതാണ്, പഴയ ഇയർ ഏതാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പേരുകൾ കൊടുക്കുക. ലേറ്റസ്റ്റ് ഇയർ ആണെങ്കിൽ P1 എന്നും പഴയ ഇയർ ആണെങ്കിൽ P0 എന്ന് കൊടുക്കുക. ഉപയോഗിക്കേണ്ട സമവാക്യം P01 = സിഗ്മ P1 സിഗ്മ P0 × 100 ആണ്. P01 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. P01 = സിഗ്മ P1 സിഗ്മ P0 × 100. ഓക്കെ, അതാണ് ഒരു ചോദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ ഒരു ചോദ്യം അതാണ്. 2ാമത്തേത് ആവറേജ് റിലേറ്റീവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ആവറേജ് റിലേറ്റീവ്സ് ഇൻഡെക്സ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതായത് ശരാശരി ആപേക്ഷിക രീതി അനുസരിച്ചാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ കാണാൻ വേണ്ടി പറയുക. അതിൽ സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് ആണ് ചോദിക്കുക. സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് ചോദിക്കും. അതല്ലെങ്കിൽ പിന്നെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് കൂടി ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ സിമ്പിൾ ആയിട്ടുള്ള 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. സിമ്പിൾ ശരാശരി ആപേക്ഷിക വില സൂചിക, സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അതിൻ്റെ സമവാക്യം P01 = സിഗ്മ P1 P0 × 100 / n എന്ന് പറയുന്ന സമവാക്യമാണ്. P01 = സിഗ്മ P1 P0 × 100 / n എന്ന സമവാക്യമാണ് ഉപയോഗിക്കുക. ഈ 2 പ്രോബ്ലംസും, അതായത് ഈ ഇൻഡെക്സ് നമ്പേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും ലിങ്ക് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാതെ ഇക്കണോമിക്സിൽ ഉയർന്ന മാർക്ക് വാങ്ങാം എന്ന് ആരും കരുതേണ്ട. അത് വ്യാമോഹം മാത്രമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് പ്രത്യേകം ഓർമ്മ വയ്ക്കുക. നന്നായിട്ട് ചോദ്യം വരും. അപ്പോൾ പ്രോബ്ലംസ് എന്തായാലും കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രോബ്ലംസ്, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ചാർട്ട്, അതുപോലെ തന്നെ ഗ്രാഫ്, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് നല്ല സ്കോർ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ല് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഇനിയുള്ള വിഷയങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.